ഹായ്. അപ്പം ഞങ്ങളെല്ലാവരും എണീറ്റു. ഇനി ഞങ്ങൾക്ക് കുളിക്കണം, റെഡി ആവണം, അമ്പലത്തിൽ പോകണം, കല്യാണം കാണണം. പിന്നെന്താ, നമ്മൾ മാത്രമേ എണീറ്റിട്ടുള്ളൂ, ബാക്കിയുള്ളവണ്ണം നല്ല ഉറക്കാണ്. പക്ഷെ നമ്മ ഉറക്ക് കുറച്ചുകൂടി ശരിയാവാണ്ട്. ഇന്നലെ കിടന്നപ്പോ തന്നെ 2:30 കഴിഞ്ഞു. നല്ല മഴ, നല്ല മഴ, നല്ല ഇടി. ബായ്, ഇന്ന് റെഡി ആയിട്ട് കാണാം. പല്ലിക്കുന്ന ശീലം തള്ളക്കില്ലാത്തോണ്ട് ബ്രഷൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്താ കാണിക്കുന്നാവോ? പായം തുറന്നു ചിരിച്ചേ. കൊറേ മുമ്പേ ഉള്ളതാ. പല്ല് കഴിക്കാണ്ട് ചായ കുടിക്കുന്ന വേറെ എടുത്തി. പല്ല് ഞാൻ തേച്ചതാണ് 2 വട്ടം. ഇന്നലെ രാത്രി എന്റെ 2 മണിക്ക് എണീറ്റ്. അതല്ല, ഇത് 3 നേരം കൂടി കുടിക്കുന്നപ്പോൾ രാവിലെ പല്ലിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ചായ. നമ്മള് കല്യാണം ഇവിടുന്ന് കാണാൻ പറ്റും. ഒന്ന് കാണിച്ചു കൊടുക്കാം. അതല്ല, അതന്നെ വേറെന്തോ ക്ലാസ് എടുത്തീനല്ലോ സാർ. ബയോളജിയാണോ പശ്ചിമഘട്ടം പഠിച്ചതെന്ന്? നമ്മൾ സോഷ്യലാണ്. കെമിസ്ട്രി അത് ചെറിച്ച് ഇവിടെ എത്തി. നമുക്ക് ഇവിടെ തന്നെ രാവിലെ തന്നെ ചായ കൊടുക്കാൻ അത് ഇരുന്ന് കഴിക്കണം. രാവിലെ 9 മണി, അതാണ് ഇവിടുത്തെ രാവിലെ. ഇത് ഞങ്ങൾക്ക് ആൻറ്റി കൊണ്ടുതന്ന സ്പെഷ്യൽ ഡിഷാണ്. മേമ കോഴിക്കോടാ? അല്ല, സോറി പാലക്കാട്. ബനാന ഉള്ളില് 2 ദോശയുടെ ഉള്ളില് ബനാന, 2 ബനാനയുടെ ഉള്ളിൽ ദോശ, പിന്നെ ശർക്കരയിൽ നെയ്യ് ഉരുക്കി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ്. അതിനാണ് അടുക്കളെങ്കിൽ. അതെ. അപ്പൊ നമ്മള് റെഡി ആവാൻ പോവാണ്. എല്ലാരും റെഡി ആവാൻ വേണ്ടിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആവുകയാണ്. അപ്പൊ റെഡി ആയിട്ട് കാണാം. ആയി നല്ല വൃത്തിക്ക് കിട്ടും. തള്ളക്കുന്ന പരിപാടി. എന്താ പരിപാടി? ഫൗണ്ടേഷനും ഓയിലും മിക്സ് ചെയ്യാം. ഒരുങ്ങുന്നു. ഒരാള് സാരി എടുക്കുന്നു. ഹായ് ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ബാക്കി ആൾക്കാരെ കാണിച്ചാൽ അലി ശ്രേയ കണ്ണ് എഴുതിയിരിക്കുകയാണ്. തന്നെ ഫാത്തിമ. നമ്മള് പോവാം. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഒരുങ്ങുന്ന ആള്, എല്ലാരും ഒരുക്കിയിട്ട് ഒരുങ്ങിയ ആള്, സെക്കൻഡ്, തേർഡ് ഒരുങ്ങിയ ആള്. മഞ്ഞിൽ കുളിക്കൽ. കല്യാണ പെണ്ണ് ആ വണ്ടി. കല്യാണത്തിന് ആളുകൾ പോകുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചേച്ചിയുടെ ഫ്രണ്ട്സാ. നല്ല ചേച്ചിമാരുടെ റെഡ് സീന്. റെഡ് ചെക്കന്മാര് നോക്കൂ. അതുപോലെ നല്ല ബ്രൈറ്റ്. ഇവിടെ നോക്കണം കല്യാണം.
പോകുന്നതാണ് നമ്മുടെ ഐഷു. കല്യാണപ്പെണ്ണ് മാറി നിൽക്കും. നിമിഷം ആണ് ബോയ്സ് അല്ലേലും എല്ലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇതാ കല്യാണ മുഹൂർത്തത്തിന് 10 മിനിറ്റ് അപ്പോഴാണ് അവർക്ക് ഷർട്ട് തേക്കണം മുണ്ട് തേക്കണം എന്നുള്ള ബോധമൊക്കെ വന്നത്. ഇവിടെ എവിടെയും ഉണ്ട് കൊണ്ടുപോകുന്ന സാധനം പോയാ താഴെ പോയി തോന്നും. അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. എല്ലാരും എന്ത് ഭംഗിയാ. നമ്മളിനി അമ്പലത്തിലേക്ക് പോവാണ്. എല്ലാരും ഒന്നിച്ച് തിരിയേ. കാറിൽ അൻസാർ, ക്രിസ്റ്റി, ബാക്കിയുള്ളവരെ കാണുന്നില്ല. പുറത്തുള്ളത് നിഗാൻ. ഇവരെന്തിനു വന്നേക്കാന്നറിയോ? തേക്കാൻ. അപ്പൊ നമുക്ക് ഇവര് തേക്കട്ടെ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഗൈസ്. നടന്നോണ്ടിരിക്കാണ് ഗൈസ്. വെയില് വന്നു. എപ്പോഴാ? പോടാ, അതാ അനാശാസ്യം. എടാ പോ, ഒരുങ്ങടാ. സ്റ്റുഡിയോന്ന് എടുത്തിയാ ഗൈസ്. രണ്ടാള് സ്റ്റുഡിയോന്ന് എടുത്തിയാ. ഇട്ട് വന്നപ്പോഴാ അറിഞ്ഞ 2 സെയിം സാധനന്ന്. പോട്ടടാ. സ്റ്റുഡിയോയില് ഓഫറിൽ എടുത്തയാ ഗൈസ്. സ്റ്റുഡിയോ ഇത് വേറെ. ഇത് യൂസ്ഡ് ആണേ. ഇത് യൂസ്ഡാ. ഫ്രണ്ട് പോകുന്നൊക്കെ ലൈഫ് സ്റ്റൈലിന്ന് എടുത്തേ. ഇവര് രണ്ടാള് സ്റ്റുഡിയോന്ന് എടുത്ത്. മെയിൻ സെയിം സാധനം. കളർ മാത്രമേ ഗൈസ് സെയിം ആയിട്ടുള്ളൂ. അതാ ഒരു നോക്കുകുത്തിയാണെന്ന് ആരും വിചാരിക്കല്ലേ. വ്ലോഗൊന്നും നിർത്താൻ പറ്റില്ല. കണ്ടിന്യൂസാ 24/7. അപ്പാപ്പന്മാരുണ്ട് ഗൈസ് ഇവിടെ. സത്യം അങ്ങോട്ട് പറയല്ലടാ. തള്ളയുടെ പാർട്ടി വെയർ വെയിലത്തും തിളങ്ങും. ആ മഞ്ഞിൽ കുളിക്കും ഇതൊക്കെ എന്ത് പ്രശ്നമാണെന്നറിയില്ല. ഇനി പെണ്ണിനെങ്ങാനും മുല്ലപ്പോ ആവശ്യം വന്നായിരുന്നു. ഓ, അമ്പലത്തിലേക്ക് റീച്ച് ആയിണ്ട്. വെറും 4 മീറ്ററേ നടക്കാനുള്ളൂ അമ്പലത്തിലേക്ക്. നമ്മൾ ഈ ഹീൽസ് ഇട്ട് നടക്കുമ്പോഴേക്കും 4 മീറ്റർ 5 മീറ്റർ 6 മീറ്റർ 7 മീറ്റർ. ഈ അമ്പലത്തിൽ വെച്ചാണ് നമ്മുടെ കല്യാണം. Last night. Very nice. Yes, you just gotta be quick. Sabasha yell at me. Let's go. Insari, good. Thank you. Just a few minutes. See, I tell you. Yeah. Bye. Bye. Hi. അങ്ങനെ ബോയ്സ് വന്നിരിക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് എല്ലാവരും പോയതിനു ശേഷം നമ്മൾ പോകുന്നു. തള്ളേ നമ്മളെ കൂട്ടാൻ ആരൂപ. ഇതാണപ്പം ഓഡിറ്റോറിയം. നമ്മൾ ഐശ്വര്യ കല്യാണം
നമ്മുടെ ബാക്കി ടീംസും കൂടെ എത്തിയിട്ടുണ്ട്. ഇതാരാത്? നന്ദനന്ദനം പറ്റി നന്ദനന്ദനം മോജി മോജി ഓയ് കഴിക്കാൻ പോവാണ്. രണ്ട് കൂട്ടം പായസവും കഴിച്ചതാ. ഇലയും മടക്കി നല്ല അടിപൊളി സദ്യ. പാലക്കാടൻ സദ്യ. ഇല കഴിച്ചു. കോലങ്ങളെല്ലാം മാറി. എല്ലാരും അത്താഴപ്പട്ടിണിക്കാരെ വരിക ബാഗൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. കല്യാണം എല്ലാം കഴിഞ്ഞു. അടിപൊളി പരിപാടിയായിരുന്നു. യെസ്. ഇനി അടുത്ത കല്യാണത്തിന്. രണ്ട് വണ്ടി ഇവിടെ നിർത്തി ഗൈസ്. എല്ലാരും എന്തേലൊക്കെ കഴിക്കാം. ഷബീറെ ഒന്ന് വ്ലോഗിലൊന്ന് ചിരിക്ക് ഷബീറെ. നമ്മൾ ചെറിയൊരു സർപ്രൈസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. അഞ്ജുന്റെ ഫോൺ എടുത്താൽ പേടിച്ചു പോയി. എന്നിട്ട് ഞാനാ മേടിച്ച് തിന്നത്. ഞാൻ ഛർദിക്കാന്ന് പറയാൻ പറഞ്ഞിട്ട്. ഹാപ്പി ബർത്ത്ഡേ ഇനി ചെറിയ എടുക്കാം. മതി. ബൈ വിഷ്ണു ബ്ലോഗിൽ കാണും. അങ്ങനെ എല്ലാരും ഇവിടെ ലോഡായി.